യുദ്ധകാലമായതുകൊണ്ട് ചില യുദ്ധ ചിന്തകളുമാകാം. വോമങ്കേഴ്സ് എന്ന് പറയും ഒരു കൂട്ടരെ. യുദ്ധപ്രേമികൾ എന്നാണ് അവരെ മലയാളത്തിൽ വിളിക്കാവുന്നത്. വോമങ്കേഴ്സ്. നമ്മൾ മലയാളത്തിൽ അത് ചിലപ്പോൾ വാർ മോങ്കേഴ്സ് എന്ന് പറയുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം വോമങ്കേഴ്സ് എന്നാണ്. യുദ്ധ കൊതിയന്മാർ, യുദ്ധപ്രേമികൾ. അത് പല രൂപത്തിലാവും. ഇപ്പം യുദ്ധം ആത്യന്തികമായി നഷ്ടമല്ലാതെ, ലോസ് അല്ലാതെ ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന് ലോകചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഫാസിസത്തെ, നാസികളെ ഒതുക്കിയത് രണ്ടാം ലോകമഹായുദ്ധമല്ലേ? അപ്പോൾ ലോകത്തിന് പുതിയൊരു ദിശാബോധം കൊടുത്തില്ലേ? അപ്പം അത് ഇത്തരം ഭരണകൂടങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് ചരിത്രത്തിൻ്റെ നാൾവഴികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഘർഷത്തിൻ്റെ പിന്നിലും എന്താണ്? പാകിസ്ഥാനിൻ്റെ സപ്പോർട്ടോടുകൂടി ഭീകര ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായതിൻ്റെ തിരിച്ചടിയാണ്. ചരിത്രത്തിൽ ഇങ്ങനെ അടികളും തിരിച്ചടികളും ഇഷ്ടംപോലെ എണ്ണി പൊറുക്കാനുണ്ടാവും. പക്ഷെ അവിടെ ആത്യന്തികമായി ഏത് യുദ്ധവും നഷ്ടത്തിലാണ് കലാശിക്കുന്നത്. മനുഷ്യജീവനുകൾ, സാധാരണക്കാരുടെ വിഷമതകൾ, ദുരിതങ്ങൾ, അതേപോലെ ഭരണകൂടത്തിൻ്റെ ചെലവ്, പ്രതിരോധ ബജറ്റിൻ്റെ ചെലവ്, പട്ടിണി മാറ്റാൻ വേണ്ടി മാറ്റിവെക്കേണ്ടുന്ന പണം ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കേണ്ടി വരിക, ആയുധ കച്ചവടം പൊലിപ്പിക്കാൻ യുദ്ധങ്ങളെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ആയുധ നിർമ്മാണ രാജ്യങ്ങൾ. ഇപ്പം ഇന്ത്യ പാക് സംഘർഷം വർദ്ധിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് സന്തോഷമാണ്, ചൈനയ്ക്ക് സന്തോഷമാണ്. കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകം, ഇലമെൻ്റ് എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. അപ്പോൾ പാകിസ്ഥാൻ ആയുധം കൊടുക്കാം, ഇന്ത്യക്ക് വേണം ആയുധം വാങ്ങാം, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആയുധം വിൽക്കാം, വാങ്ങാം. അതുപോലെ ചൈനയ്ക്ക് താല്പര്യങ്ങളുണ്ട് ഇന്ത്യക്കെതിരെ ആയുധ സന്നാഹങ്ങൾ ഒരുക്കാൻ. അപ്പം യുദ്ധങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മനുഷ്യജീവിതത്തിന് നഷ്ടങ്ങളല്ലാതെ ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റുമുട്ടലുകൾ, യുദ്ധങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല. അപ്പം ഏറ്റവും ശരിയായ വഴി ഗാന്ധിജി കാണിച്ച വഴി, ശ്രീ ബുദ്ധൻ്റെ വഴി, അല്ലെങ്കിൽ ക്രിസ്തു കാണിച്ച വഴി സമാധാനത്തിൻ്റെ ഒലിവ് ചില്ലയാണ്. ലോക പുരോഗതിക്ക് അനിവാര്യം. യുദ്ധങ്ങൾ ലോകത്തെ എങ്ങും എത്തിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ യുദ്ധം പക്ഷെ അനിവാര്യമായിട്ട് വരുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നീക്കത്തിന് തിരിച്ചടി ഇന്ത്യ കൊടുത്തേ മതിയാവും. പക്ഷെ ഇതിനെപ്പറ്റി നമ്മൾ ഇത്തരം ഒരു വിലയിരുത്തൽ വെച്ചുകൊണ്ട് തന്നെ കാണണം എന്നുള്ളതാണ്. തിരിച്ചടികളും അടികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, സംശയമില്ല. ഇനിയും ഉണ്ടാകും. ലോക ചരിത്രത്തിൽ ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ യുദ്ധ കൊതിയന്മാരാവരുത്, നമ്മൾ യുദ്ധപ്രേമികളാവരുത്, നമ്മൾ വോമങ്കേഴ്സ് ആവരുത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ, മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും അതിലെ ന്യൂസ് അവതാരകർ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരു യുദ്ധക്കൊതിയിൽ അധിഷ്ഠിതമായ അവതരണങ്ങൾ, ഒരു ക്രിക്കറ്റ് ലൈവ് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവേശത്തോടെ ഒരു 6 അടിക്കുന്നു, ഒരു 4 അടിക്കുന്നു, പറന്നു പോയി ഗാലറിയിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൂട്ടുന്ന ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഈ ഒരു നിലപാട്, മാധ്യമ റിപ്പോർട്ടിങ്ങിലെ ഈ നിലപാട് എത്രമാത്രം ആശ്വാസ്യകരമാണ്. ഇത് ഇവിടുത്തെ മാധ്യമങ്ങളെ പറ്റി മാത്രമല്ല ഞങ്ങൾ പറയുന്നത്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് തന്നെ ഈ വോമങ്കറിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വോമങ്കർ ആകുക ആണ് മാധ്യമ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അത് ന്യൂസായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ചാനൽ എടുത്തോട്ടെ, പത്രങ്ങൾ എടുത്തോട്ടെ, അല്ലെ പല ഓൺലൈൻ മീഡിയ എടുക്കുക, താൽക്കാലിക സാഹചര്യങ്ങളിൽ ഭരണകൂടങ്ങൾ, ശത്രുരാജ്യങ്ങൾ
അല്ലെ മിത്രരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരും, യുദ്ധങ്ങളുണ്ടാവും. പക്ഷെ യുദ്ധം വിനാശമേ വിതയ്ക്കൂ, യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നില്ല എന്നുള്ള സന്ദേശമാണ് നമുക്കിവിടെ സ്വീകരിക്കേണ്ടത്. പിന്നെ മാധ്യമങ്ങൾ ഒരു ക്രിക്കറ്റ് ലൈവ് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ യുദ്ധക്കുതിയെ റിപ്പോർട്ട് ചെയ്യുന്നത്, അത് പരമാവധി അത് ലഘൂകരിക്കണം, നിയന്ത്രിക്കണം, ആത്മനിയന്ത്രണം വേണം. യുദ്ധം ഒരു സന്ദേശമല്ല, സമാധാനമാണ് സന്ദേശം. പക്ഷേ ഒരു ഭരണകൂടത്തിന് തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമില്ലാത്തതുകൊണ്ട് ഈ ഇന്ത്യക്ക് പ്രതികരിച്ചേ മതിയാവും. അതിനെ അങ്ങനെ എടുക്കണം, അല്ലാതെ യുദ്ധക്കൊതിയല്ല ഇതിൻ്റെ അകത്ത് വരേണ്ടത്. നമ്മുടെ അയൽ രാജ്യം നമ്മളുമായിട്ട് നല്ല ബന്ധമില്ല, പാകിസ്ഥാൻ നമ്മളോട് ഒരു അനീതി കാണിച്ചു, ആ അനീതിക്കെതിരെ തിരിച്ച് പ്രതികരിക്കേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, കടമ ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അത് തിരിച്ച് അടിച്ചു, വളരെ നല്ല രീതിയിൽ തിരിച്ചടി കൊടുത്തു. അതാണ് അതിൻ്റെ കാര്യം. അതിനപ്പുറത്ത് ഇതിനെ ഒരു യുദ്ധക്കൊതിയായിട്ട് ചിത്രീകരിച്ചിട്ട് ഒരു വലിയ അതിൻ്റെ എന്താ പറയുക, ഒരു അന്തരീക്ഷമുണ്ടാക്കുക, ഒരു യുദ്ധ അന്തരീക്ഷം രാജ്യത്തുണ്ടാക്കുക, യുദ്ധത്തെ അടിച്ച് തകർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ കാണാൻ ശ്രമിക്കുക, ഒരു ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യുന്ന യുദ്ധ റിപ്പോർട്ടിങ്, അത് മാധ്യമ പ്രവർത്തനത്തിന് എത്രമാത്രം യോജിച്ചതാണ് നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും ജേർണലിസത്തിൽ പറയുന്ന ഒരു കാര്യം, ഒരു ജേർണലിസ്റ്റിന്, ഒരു മാധ്യമ പ്രവർത്തകർക്ക് രണ്ടു വലിയ വെല്ലുവിളികളാണുള്ളത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ. ഒന്ന് കലാമിറ്റി, ദുരന്തം, കൊടുങ്കാറ്റ്, പേമാരി, ഉരുൾപൊട്ടൽ, മറ്റു കാര്യങ്ങൾ, അവിടെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അതാണ് കലാമിറ്റി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഒരു ജേർണലിസ്റ്റിന്. രണ്ടാമത്തേത് വാർ റിപ്പോർട്ടിംഗ് ആണ്. വാർ റിപ്പോർട്ടിംഗ്, അവിടെയാണ് നമ്മൾ വോമങ്കേഴ്സ് ആവരുത്, യുദ്ധപ്രേമികളാവരുത്, മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും വോമങ്കേഴ്സ് ആവാതെ വാർ റിപ്പോർട്ടിങ്ങിനെ, യുദ്ധമുന്നണിയിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. കലാമിറ്റി, ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വാർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്ത വലിയ ജേർണലിസ്റ്റുകൾ, പിന്നീട് എഴുത്തുകാരൊക്കെ ഉണ്ട് ഇവിടെ ഈ ലോകത്ത്. ഏണസ്റ്റ് ഹെമിംഗ്വേ, മാർക്കേസ്, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്, ഇവരൊക്കെ യുദ്ധമുന്നണിയിൽ പോയിട്ട് യുദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളവരാണ്. അവരെ നമ്മൾ അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഖ്യാത സാഹിത്യകാരന്മാരായിട്ടാണ്. പക്ഷെ ബേസിക്കലി അവർ മാധ്യമ പ്രവർത്തകരായിരുന്നു. ഈ പറയുന്ന മാർക്കേസും ഹെമിംഗ്വേയും ഒക്കെ അവർ യുദ്ധങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവർ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ ഈ അന്തിച്ചർച്ചയിലും ന്യൂസ് റൂമിലും വന്നിരുന്ന് വോമങ്കേഴ്സ് ആകുന്നവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് ഒരു പുതിയ ദിശാബോധം കൊടുക്കാൻ സഹായിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ലെഫ്റ്റ് വോയിസിന് പറയാനുള്ളൂ. അല്ലാതെ പാകിസ്ഥാൻ കാണിച്ച നെറികേടിന് പാകിസ്ഥാനെതിരെ ശക്തമായ മറുപടി ഇന്ത്യ കൊടുക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അത് വേറെ. പക്ഷെ യുദ്ധത്തെ നമ്മൾ മഹത്വവൽക്കരിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം, ഇത് സംസ്കാരം എന്ന് പോലും പറയാൻ പറ്റില്ല, മാധ്യമ നെറികേടെന്ന് വേണേൽ പറയാം, അത് നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ തയ്യാറാവരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവാതെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്നാണ്, സമാധാനത്തിൻ്റെ സന്ദേശം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഗ്രഹമുള്ളത്.